അങ്ങനെ മനു ആണെങ്കിൽ ഈ വിഷമങ്ങളെല്ലാം സഹിക്കാൻ വയ്യാതെ അലീനയെ കാണാമെന്ന് വിചാരിച്ച് വരികയാണ്. അലീനയോട് കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ കുറച്ച് ആശ്വാസമാവുമല്ലോ എന്ന് വിചാരിച്ചാണ് വരുന്നത്. അപ്പം വീട്ടിൽ വരുമ്പോൾ തന്നെ ബബിതയുണ്ട്, അതേപോലെ കൃഷ്ണമോളും ഉണ്ട്. കൃഷ്ണമോളാണെങ്കിൽ മനുവിനോട് ഭയങ്കര സങ്കടത്തോടെ പറയുകയാണ്, മനുവേട്ട പുറത്തിറങ്ങാൻ വയ്യ, ഇപ്പോഴത്തെ അവസരത്തിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും തന്നെ ഉപദ്രവിക്കും എന്നുള്ളൊരു ഭയം തന്നെ ഉണ്ടെന്ന് കൃഷ്ണമോൾ മനുവിൻ്റെ അടുത്ത് പറയുകയാണ്. മനു പറയാണ്, നിങ്ങളാര് ഇവിടുന്ന് പുറത്തിറങ്ങാനോ സ്കൂളിൽ പോകാനോ കോളേജിൽ പോകാനോ നോക്കണ്ട, കാരണം ഈ ഒരു രോക്ഷം ഒന്ന് കെട്ടടങ്ങുന്നവരെ എല്ലാവരും ക്ഷമിച്ചെന്നെ നിൽക്കണമെന്ന് മനു പറയാണ്. അപ്പം അലീന പറയാണ്, മനുവേട്ട എന്തായാലും ഈ സമയമൊക്കെ കഴിഞ്ഞു പോവും, അത് കഴിയുമ്പോൾ എല്ലാവരും ഇതൊക്കെ മറക്കും, അപ്പോഴത്തേക്ക് എല്ലാം പഴയ പോലെ ആവുമെന്ന് മനുവിൻ്റെ അടുത്ത് പറയാണ്. മനു പറയാണ്, എന്ത് പഴയതുപോലെ ആവാൻ, വീടിൻ്റെ അഭിമാനവും അന്തസ്സും പേരും എല്ലാം നശിച്ചല്ലോ അവന്മാർ കാരണം. ഇനി കൊല്ലപ്പള്ളിക്കാരെന്നും കടപ്പാട്ടൂരുകാരെന്നും പറഞ്ഞ് ആടത്തെങ്കിലും ഞെളഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ അവർ കാക്കിച്ച് തുപ്പുമെന്ന് മനു പറയുകയാണ്. അപ്പം എന്നിട്ട് ചോദിക്കുകയാണ്, ബബിത എന്ത് ചെയ്യുന്നു? അപ്പോൾ കൃഷ്ണമോൾ പറയുകയാണ്, ബബിത ചേച്ചി എപ്പോഴും മുറിയിലാണെങ്കിൽ ഇരുന്ന് ഫോണിൽ സംസാരം, ഏതോ ഒരുത്തൻ്റെ കൂടെ ഫോണിൽ സംസാരിക്കുന്നത്, പിന്നെ ചേച്ചിയോട് എത്ര പറഞ്ഞാലും ചേച്ചിയും കേൾക്കത്തില്ല എന്ന് പറയാണ്. അപ്പോൾ മനു പറയാണ്, ഇനി അവളായിട്ട് കുറയ്ക്കുന്നതിനാ, അവൾ ഇനി പുതിയ എന്തെങ്കിലും വാങ്ങിച്ചു വെക്കട്ട്, എന്തായാലും ചേട്ടനാണെങ്കിൽ ജയിലിലാണല്ലോ, ഇനി കുടുംബത്തിൻ്റെ അന്തസ്സം കൂട്ടാൻ വേണ്ടി അവളും കൂടെ എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ എന്ന് മനു പറയാണ്. അപ്പോഴത്തേക്ക് അലീന പറയാണ്, അവളുടെ പോക്ക് അത്ര ശരിയല്ല മനുവേട്ട, അവളോട് പലവട്ടവും പറഞ്ഞിട്ടുണ്ട്, ഒരു മുടിയൊക്കെ ഉള്ള ഒരുത്തനുമായിട്ട് അവൾക്കെന്തോ അടുപ്പമുണ്ട്, പലവട്ടവും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവൾ കേൾക്കാൻ തയ്യാറല്ല എന്ന് പറയാണ്. ബാലേന്ദ്രൻ അങ്കിളിന് അറിയാവോ എന്ന് ചോദിക്കുകയാണ് മനു. അറിയത്തില്ല, ഞാൻ പക്ഷേ അച്ഛനോട് അവളെന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞായിരുന്നു, അതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ. എന്ത് പറയാനേ, മക്കളെ ആണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ നേർവഴിക്ക് നടത്താനോ ആൻറ്റിക്ക് സമയമില്ല. ആൻറ്റിക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി മക്കളെ നല്ലവരാക്കി ചിത്രീകരിക്കണം, അതുതന്നെയാണ് ആൻറ്റിയുടെ ഉദ്ദേശവും. വീട്ടിലും എൻ്റെ അമ്മയുടെ കാര്യം അത് തന്നെ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, മക്കൾ നല്ലതാണെന്ന് വരുത്തി തീർക്കുക, ഇതൊക്കെ തന്നെയാണെന്ന് മനു പറയാണ്. അപ്പോൾ അലീന പറയാണ്, മനുവേട്ടൻ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, എല്ലാം ശരിയാവുമെന്ന് പറയാണ്. മനു പറയാണ്, മനസ്സിനൊരു സമാധാനം ഇല്ല അലീന, ഇച്ചിരി സമാധാനം കിട്ടിയാൽ ഇവിടെ വന്നിരുന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മ ഓരോന്നേ പറഞ്ഞുകൊണ്ടിരിക്കും, ഇവിടെ നിങ്ങളുടെ അവസ്ഥയും വളരെ കഷ്ടമാണെന്ന് എനിക്കറിയാം എന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, മനുവേട്ടൻ എന്തെങ്കിലും കഴിക്കാനല്ലോ എടുക്കട്ടെ എന്ന് ചോദിക്കണം. അപ്പം മനു പറയാണ്, അതൊക്കെ കഴിക്കാം, ഞാനേ ബബിതയെ ഒന്ന് കണ്ടിട്ട് വരട്ടെ, അവൾ താഴെ ഒരാൾ വന്നിട്ട് ഇത്രയും നേരമായിട്ടൊന്ന് ഇറങ്ങി വരാൻ പോലും തയ്യാറായില്ലല്ലേ. അപ്പോൾ കൃഷ്ണമോൾ പറയാണ്, അതെങ്ങനെ മനുവേട്ട, താഴെ വരുന്നതും പോകുന്നതും ഒന്നും ചേച്ചി അറിയുന്നില്ല, ചേച്ചി എപ്പോഴും മുറി അടച്ചിട്ട് ഫോണിൽ തന്നെ, പിന്നെ എങ്ങനെയാ എന്ന് പറയാണ്. എന്തായാലും ഞാനൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മനു മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ബബിത ഡോർ അടച്ചിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഡോറ് തട്ടുന്നത്. അപ്പോഴത്തേക്ക് ബബിതയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാടാന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് വന്നിട്ട്, എന്തിനാ വന്ന് ശല്യം ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ഭയങ്കര ദേഷ്യത്തിൽ വന്ന് ഡോറ് തുറക്കുമ്പോൾ മനു നിൽക്കുന്നു. മനു ആണെങ്കിൽ ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ ബബിതയെ നോക്കുവാണ്. മനുവേട്ടൻ എപ്പം വന്ന് എന്ന് പറയാണ്. അപ്പം മനു പറയാണ്, ഓ ഇവിടെ താഴെ ആരെങ്കിലും വന്നും പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നീ അറിയുന്നത് പോലും ഇല്ലല്ലോ, നീ എന്ത് ഈ മുറി കയറിയിരുന്ന് എപ്പോഴും ഈ അടച്ചിട്ടുള്ള കാര്യം എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണമോൾ പറഞ്ഞല്ലോ, നീ എപ്പോഴും ഫോണിൽ സംസാരമാണെന്ന്, ആരോടാ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ബബിത പറയാണ്, ഞാൻ ആരോടും സംസാരിക്കുന്നില്ല, അവൾ വെറുതെ പറയുകയാണെന്ന് പറയാണ്. അപ്പം മനു പറയാണ്, ഒരു കാര്യം നീ ഓർക്കുന്നത് നല്ലതാണ്, നിൻ്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലാണ്, ചേട്ടൻ ബലാത്സംഗ കേസിൽ ജയിലിലാണ്, പിന്നെ നീയും കൂടെ പോയി അടുത്ത എന്തെങ്കിലും പ്രശ്നത്തിൽ ചാടിക്കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ളവർക്കും ആർക്കും താങ്ങാൻ പറ്റത്തില്ല, മാത്രവുമല്ല പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ആത്മഹത്യ ചെയ്താൽ മതി എന്ന് പറയാണ്. അപ്പം ബബിത പറയാണ്, ഞാൻ അതിനെന്തോ ചെയ്ത്? അപ്പം മനു പറയാണ്, നീ ചെന്ന് എന്തെങ്കിലും കുരുക്കി ചാടുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് തന്നതാ, നിൻ്റെ പോക്ക് കണ്ടിട്ട് നീ ഏതെങ്കിലും കുരുക്കി ചെന്ന് ചാടുന്ന പോലെ ഉണ്ടെന്ന് തോന്നുകയാണെന്ന് മനു പറയാണ്. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇടയ്ക്ക് ഇവിടെ വന്ന് ആ മുടിയ ഉള്ള ഒരുത്തുണ്ടല്ലോ, അവൻ ആരാ, അവൻ എന്തിനു പഠിക്കുന്നു, നിൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്നതാണെന്ന് ചോദിക്കുകയാണ്. അപ്പം ബബിത ഒന്ന് വല്ലാവുന്നുണ്ട്, ഏയ് എൻ്റെ കൂടെ കോളേജിലൊന്നും പഠിക്കുന്നില്ല, പിന്നെ അവനെ നിനക്കെങ്ങനെ അറിയാം, അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടനാന്നൊക്കെ പറയുകയാണ്. അതെന്തിനാ അവൻ ഇങ്ങോട്ട് വരുന്നത് നിന്നെ കാണാൻ, ഇടയ്ക്കൊരു ദിവസം വന്നതേ ഉള്ളൂ, അല്ലാതെ വരാറില്ല എന്ന് പറയാണ്. അപ്പം മനു പറയാണ്, എന്തായാലും നിൻ്റെ പോക്കത്ര ശരിയാണെന്ന് തോന്നുന്നില്ല, ചെന്ന് എന്തെങ്കിലും കുഴി ചാടിയിട്ട് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല, നിൻ്റെ മുന്നിൽ തന്നെ ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ, അരി വിളിച്ചപ്പോൾ ആ പെൺകുട്ടി ചെന്നുകൊണ്ടാണ് അതിന് ഇത്രയും ആപത്ത് പറ്റിയത്, അതേപോലെ ഒരു കുരുക്കിലും ചെന്ന് ചാടാതെ സ്വയമേ നോക്കിക്കോണം എന്ന് പറയണം. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബബിത വല്ലാതായി കുനിഞ്ഞിരിക്കുകയാണ്. അത്രയും പറഞ്ഞിട്ട് മനു അങ്ങ് പോവാണ്. ബബിതയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഇത് ദേഷിച്ച് ഡോർ അങ്ങ് അടയ്ക്കുകയാണ്. മനു ആണെങ്കിൽ താഴേക്ക് ഇറങ്ങി പോവാണ്. താഴെയാണെങ്കിൽ അലീനെ കഴിക്കാനും കുടിക്കാനൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ മനു താഴേക്ക് ഇറങ്ങി പോവുകയാണ്.